മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ധന്യമായിട്ട് ചെയ്യണം. നമ്മളെ ഒരാൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിച്ചത് പ്രത്യേകിച്ച് എതിർപ്പില്ലാതെ നമ്മൾ ഏറ്റെടുത്തു എങ്കിൽ അതും ധന്യമായിട്ട് നമ്മൾ ചെയ്യണം. ഏറ്റെടുത്ത ഉത്തരവാദിത്വവും ഏൽപ്പിച്ച ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറയണം. ഒരിക്കൽ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആള് വിചാരിക്കും ഇയാൾ ചെയ്യുമല്ല. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഫയൽ നോക്കുന്ന ഫോട്ടോ കണ്ടു. ആ ഫയലിൽ അദ്ദേഹം നോക്കുന്നതായിട്ട് ചുവട്ടിൽ എഴുതിയിരിക്കുന്നത് 361 IAS-കാരുടെ ജീവിതം ത്രാസിലാണ്. പെർഫോം ഓർ പെരിഷ്. പെർഫോം ഓർ പെരിഷ്. ഒന്നില്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മാറുക. നിങ്ങൾ ഡിസ്മിസ് ചെയ്യും. 361 പേർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ IAS-ഓ IPS-ഓ നിങ്ങൾ ആരായാലും ശരി, ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്നിലേക്ക് മാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിലേക്ക് തടസ്സമായി വരരുത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ചെറിയൊരു അനുഭവം. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര സീരിയസ് ഒന്നുമല്ല. ഒരിക്കൽ എറണാകുളത്തുള്ള പാർത്ഥാസിൽ ചെറിയൊരു ഡൊണേഷൻ വാങ്ങിക്കാനായിട്ട് പോയി. വളരെ പണ്ട്. ഇങ്ങനെ ഡൊണേഷനൊന്നും തന്നില്ല. എന്നാലും കുറേ നേരം എൻ്റെ ജ്യേഷ്ഠനെ പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെയും ജ്യേഷ്ഠനെയും ഇരുത്തി കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് കാഞ്ചീപുരത്ത് നിന്ന് ഈ സാരി ഹോൾസെയിലായിട്ട് ഈ കടയിലേക്ക് കൊടുക്കാനായിട്ട് ഒരു ഏജന്റ് വന്നു. ഇടവമാസത്തിലും മിഥുനമാസത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ ചിങ്ങമാസത്തിൽ ഈ സാരി ഇവിടെ എത്തണം ഓണത്തിന് വേണ്ടിയിട്ട് പാർത്താസിൽ. അയാൾ ഒരു സാരി ഈ പാർത്താസിന്റെ ഉടമസ്ഥനെ കാണിച്ചു. അപ്പൊ പാർത്താസിന്റെ ഉടമസ്ഥന് ആ സാരി നല്ലോണം ഇഷ്ടപ്പെട്ടു. എത്ര രൂപയാണെന്ന് ചോദിച്ചു. 4200 രൂപയാണ് എന്ന് പറഞ്ഞു. അതിന്റെ സെയിൽ പ്രൈസ് പറഞ്ഞു, പർച്ചേസ് പ്രൈസ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പൊ ഇയാൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ചില ഓർഡറൊക്കെ കൊടുത്തു. എന്നിട്ട് ഈ സാരി കൊണ്ടുവന്ന ആളോട് ചോദിച്ചു, ഇത് എൻ്റെ ഭാര്യയ്ക്ക് വേണം, ഈ സാരി എത്ര രൂപ തരണം എന്ന് ചോദിച്ചു. എൻ്റെ സെയിൽ പ്രൈസ് 4200 രൂപയാണ്, അങ്ങയുടെ ഭാര്യയ്ക്ക് ആയ സ്ഥിതിക്ക് 3000 രൂപ തന്നാൽ മതി പറഞ്ഞു. പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അത് പാക്ക് ചെയ്തിട്ട് ഈ പാർത്താസ് ഉടമസ്ഥൻ അവിടെ സൈഡിൽ വെച്ചു. ഈ പാർത്താസ് കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, പാർത്താസിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, നമുക്കതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോ നല്ല സാരി, നീല ബോർഡറുള്ള അടിപൊളി സാരി. അതിന് വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു നൂല് വിട്ടിട്ടുണ്ട്. ആ ഒരു നൂല് വിട്ടിരിക്കുന്നത് ഇയാൾ ശ്രദ്ധിച്ചില്ല. പാർത്താസിന്റെ ഉടമസ്ഥൻ കൊണ്ടുവന്ന ആളെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഈ ജോലിക്കാരൻ ശ്രദ്ധിച്ചു. ഈ ജോലിക്കാരൻ പാർത്താസിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഒരു നൂല് വിട്ടിട്ടുണ്ട്. ഉടനെ പാർത്താസിന്റെ ഉടമസ്ഥൻ മറ്റേയാളോട് പറഞ്ഞു, ശരി, ഇതിലൊരു നൂലില്ലല്ലോ, ഞാൻ എത്ര രൂപയാ തരേണ്ടതെന്ന് ചോദിച്ചു. പെട്ടെന്ന് 3000 എന്ന് പറഞ്ഞ ആള് 2000 തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിരുന്ന് പാർത്താസിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഒരു നൂലിന്റെ വില കണ്ടില്ലേ, 1000 രൂപയാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 നൂലുകൾ ആ സാരിയിലുണ്ട്. ഈ ഒറ്റ നൂലിനാണ് 1000 രൂപ വില. അപ്പോ ഞാനത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. യൂട്യൂബിൽ പണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇരിക്കേണ്ടിടത്ത് ഒരു നൂലില്ലാത്തതാണ് ആ സാരിയുടെ വില 1000 രൂപ കുറഞ്ഞത്. യഥാർത്ഥത്തില് നേരത്തെ അത് ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു നൂലുണ്ടായിരുന്നുവെങ്കിൽ ആ നൂലിന് 1000 രൂപ വില വരില്ല. എത്ര നൂലാകെ ഉണ്ടോ 3000 ഡിവൈഡഡ് ബൈ അത്ര നൂലുകളുടെ എണ്ണം, അത്രയേ വില വരുള്ളൂ. പിന്നെ വർക്കിന്റെ ബാക്കിയുള്ളതിന്റെ. അപ്പോ
ഇരിക്കേണ്ടയിടത്ത് ഒരാൾ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓരോന്നിനും വില വരുന്നത്. പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്താവുന്നത് ഏറ്റെടുത്ത ജോലി, ഏൽപ്പിച്ച ജോലി ചെയ്യേണ്ടവർ ചെയ്യാതെ വരുമ്പോഴാണ് സമൂഹത്തില്, കമ്പനിയില്, അല്ലെങ്കിൽ സ്ഥാപനത്തില്, വീട്ടില് എല്ലാം സിസ്റ്റത്തിന്റെ വില കുറയുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുക. ഷോർട്ടസ്റ്റ് ടൈം, മിനിമം വേസ്റ്റ്, ഹയസ്റ്റ് ഔട്ട്പുട്ട്, മിനിമം ഇൻപുട്ട്, അതായിരിക്കണം ദൗത്യം. അല്ലെങ്കിൽ ഏൽക്കാൻ പോവരുത്. ഒന്നില്ലെങ്കിൽ ഏറ്റെടുത്തത് ധന്യമായിട്ട് ചെയ്യുക, ഏൽപ്പിച്ചത് ധന്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോവരുത്. ഏറ്റെടുത്താൽ ഉറപ്പാണ് അത് തെറ്റായിട്ട് ചെയ്യുകയോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ വാല്യൂ, സിസ്റ്റത്തിൻ്റെ വാല്യൂ പോകും. ശ്രദ്ധിക്കുക അത് സംഭവിക്കാതിരിക്കാൻ. പ്രണാമം, നമസ്കാരം.